ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ അതെ. അപ്പൊ നിങ്ങൾക്ക് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് സിനിമയിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്താണ്? ജൂനിയർ ആർട്ടിസ്റ്റിൽ അവഗണന കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ അസോസിയേഷൻ ഉണ്ടോ? ഉണ്ട് കാർഡ്. അതെ മെമ്പർ കാർഡുണ്ട് വണ്ടിയിലായിരിക്കണം. മെമ്പർഷിപ്പ് എടുത്താ. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ മാത്രം ഒറ്റ കുടക്കീഴിൽ ഇരുത്താൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പണ്ട് ഇതേപോലെ ഒരു തീരുമാനം എടുത്തതാണ്. അതായത് ഒരു സിനിമ ലൊക്കേഷനിൽ ഇതേപോലെ ഒരു സാധാരണ ഗ്ലാസ്സിൽ വെള്ളം കുടിച്ചപ്പോൾ വേർതിരിവ് ഇഷ്ടംപോലെ നമ്മൾക്ക്. അതായത് അതിൽ പണിയെടുക്കുന്ന ക്യാമറാമാൻ വഴി മറ്റേ ഈ സാധനം ചുമക്കുന്നവർക്കൊക്കെ നല്ല ക്ലാസ്സും നല്ല ഫുഡും ഫുഡൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഫുഡ് ചില സമയത്ത് കറി ബാലൻസ് വരും. അപ്പോൾ അവരതെടുത്ത് മാറ്റും. ചില ഇതിൽ ഇറച്ചിക്കറി ഉണ്ടാവും. ആ ഇറച്ചിക്കറി ഇവരുടെ ഇതിൽ മാറ്റിയിട്ട് ബാക്കി തരുള്ളൂ. ചിലപ്പോൾ ഇല്ലെന്ന് പറയും. ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഗ്ലാസ് എനിക്ക് എപ്പോഴും ഭ്രാന്ത് പിടിക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് വലിയ എന്ത് വേർതിരിവ് കാണിക്കണം എന്തിനാന്ന് ഞാൻ ആലോചിക്കണം. മനസ്സിലായി. അപ്പോൾ ഇന്നലെ കട്ടൻ ചായക്ക് വേണ്ടി ഞാൻ കുറേ നേരം ഞാൻ ചേട്ടാ ചായ എല്ലാവർക്കും ചായ തീർന്നു പോയി. അതായത് ഈ 300ഓളം ആർട്ടിസ്റ്റുകളുണ്ട്. 100 പേർക്കുള്ള കട്ടൻ ചായ അവിടെ കൊടുത്തിട്ടുള്ളൂ. ബാക്കി 200 പേര് അവിടെ ഇരിക്കുക. അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു ആട്ടി വിടുന്ന രീതിയിലാണ് ഇന്നലെ പുള്ളി സംസാരിച്ചത്. എനിക്ക് തുറന്നു പറഞ്ഞ പേടിയൊന്നുമില്ല. അതുകൊണ്ടല്ല എൻ്റെ കുറേ സിനിമക്കാർ വിളിക്കാത്തത്. ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പണിക്കാശ് 550 രൂപയാണ് എനിക്ക് ഇന്നലെ കിട്ടിയത്. രാവിലെ പോയിട്ട് രാത്രി 8 മണി കഴിഞ്ഞപ്പോൾ 500 രൂപ എനിക്ക് കിട്ടുമെന്ന് ഗൂഗിൾ പേ വഴി. അപ്പോൾ നമുക്ക് 500 രൂപ ഉള്ള ഞാൻ ഗൂഗിൾ പേ വഴി മേടിക്കുന്നതെന്ന് പറയും. എന്തിനൊരു തെളിവ് വേണം. എന്തിന് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പൈസ മേടിക്കുന്നത്? ഇങ്ങനെ ഒരു 100-200 ഇത് ഭയങ്കര 500 രൂപ എന്നുള്ള കിട്ടിയുള്ളത്. ഇന്നലെ വർക്കിന് വേണ്ടി 500 രൂപ കിട്ടിയുള്ളൂ. രാത്രി 8 മണി വരെ നിന്നിട്ട് രാവിലെ പോയിട്ട് 8 മണി വരെ രാത്രി 8 മണി കഴിഞ്ഞപ്പോൾ അത് 500 രൂപ ഉള്ളതെന്നാണ് ഞാൻ ചോദിക്കണം. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് 500 രൂപ ഉള്ള എൻ്റെ കയ്യിൽ ഇപ്പോൾ പലരും ഇപ്പോൾ പറയും തെളിവുണ്ടാന്ന് ചോദിക്കും. ഞാൻ ഗൂഗിൾ പേ വഴിയാണ്. അതാണ് രസം. ഇന്ത്യക്കാർ വന്നിട്ടുണ്ടായിരുന്നു 20 പേര്. 20 പേർക്ക് 1000 രൂപ വെച്ചിട്ടുണ്ടായി. അവർക്ക് 1000 രൂപ വെച്ചിട്ടുണ്ടായി. നമുക്കാണ് 500 വെച്ച്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കണമെന്ന് അറിയില്ല. ഒരുപാട് കോർഡിനേറ്റർമാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വഞ്ചിക്കുന്നുണ്ട്. അവരെ പൈസ മേടിച്ചിട്ട് അവർക്ക് അവിടെ നിന്ന് എന്തോ ഒരു ലൊക്കേഷനിൽ നിന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് എങ്ങനെ വന്നാലും 1200 1300 എങ്ങാണ്ടുണ്ട്. അത് കട്ട് ചെയ്ത് 650 700 600 ആ 700 600. പിന്നെ ഈ പെണ്ണുങ്ങൾക്ക് 1000. അത് ചെറുപ്പം പെണ്ണുങ്ങൾക്ക് 25 വയസ്സിന് താഴെയുള്ള പെണ്ണുങ്ങൾക്ക് 1000. നമ്മൾ ആണുങ്ങൾക്ക് 800 അല്ലെങ്കിൽ 800 ഇല്ല. അത് നൈറ്റ് നിൽക്കണവർക്ക്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഒരുപാട് ആരാധകരുണ്ട് അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ടായിരിക്കും നല്ല നല്ല റോളുകൾ സിനിമയിൽ കിട്ടാത്തത്? അത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ആ ഒരു സ്റ്റാറ്റസിനെ അവഗണിക്കുന്ന പോലെയല്ലേ? എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ഞാൻ പറഞ്ഞ പോലെ ഈ സിനിമയിൽ നല്ലൊരു അവസരം കിട്ടാത്തതെന്ന് വെച്ചാൽ ഈ പാറാട്ടണ്ണൻ പെരേരയും കാരണം എന്നാണ് തോന്നണം. കാര്യം മൂന്ന് ഡയറക്ടർമാരെ ഇപ്പോൾ ഞാൻ കണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞത് പേഴ്സണലി പറഞ്ഞത്, അതായത് അവരോട് അസിസ്റ്റന്റിനോട് പറഞ്ഞത് മറ്റവൻ്റെ കൂടെ ഉള്ളല്ലേ, ആറാട്ടൻ്റെ കൂടെ ഉള്ളല്ലേ, മറ്റേ അലൻ ജോസ് പെരേരയുടെ കൂടെ ഉള്ളല്ലേ. അല്ല, അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ ഈ സിനിമയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളവരെല്ലാവരും നല്ലവരാണ്. ഇവർക്ക് എല്ലാവർക്കും ആരൊക്കെയായിട്ട് ബന്ധം? ഇപ്പൊ കഞ്ചാവ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങളൊന്നും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ജനങ്ങളെ എന്റർടൈൻ ചെയ്യുന്നത് അത്ര വലിയ കാര്യങ്ങളൊന്നും. സിനിമാക്കാർ എന്തുകൊണ്ട് അല്ല, വേറെ കേസ് വെച്ചാൽ സിനിമാക്കാർ എന്തുകൊണ്ട് ആറാട്ടണ്ണനെ പേടിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കണം. അല്ല, ഞാൻ ചോദിച്ചതല്ല, ഇപ്പൊ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ ഒരു സിനിമയിൽ വലിയ വലിയ റോളുകൾ ചെയ്യുന്നുണ്ട്. അതെ അതെ. അത്ര ഇവര് ജനങ്ങൾക്ക് ദോഷം ചെയ്യുന്നില്ലല്ലോ അല്ലെങ്കിൽ ദ്രോഹം ചെയ്യുന്നില്ലല്ലോ. അപ്പൊ പിന്നെ എന്താണ് ഈ പറയുന്നവർക്കുള്ള പ്രശ്നം? എന്താണ് ഇവർക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് ഈ ആറാട്ടണ്ണ അലൻ ജോസ് പെരേരയും എന്തോ സിനിമാക്കാർക്ക് എന്തോ കണ്ണി കുരുവാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എന്നെ ആട്ടി ഓടിക്കേണ്ട കാര്യമില്ല. ആറാട്ടെണ്ണം പറയും. അലൻ ജോസ് പെരേര എല്ലാ പടവും ഇപ്പൊ എത്ര പൊട്ടപ്പടയിലും നല്ല പടമൊന്നും കാര്യം ടിക്കറ്റ് എടുത്ത് തന്നതിന്റെ ഒരു നന്ദി കാണിക്കാറുണ്ട്. ആറാട്ടിന് ഇന്റർവെല്ലിൽ ഇറങ്ങി പോയിട്ട് പടം കൊള്ളുന്നൊക്കെ പറയും. ഐഡിയും കിട്ടിയല്ല. വിത്തിൻ സെക്കൻഡ് എന്ന് പറഞ്ഞ പടത്തിന് ഇടി കിട്ടിയായിരുന്നു അണ്ണന്, ആറാട്ടണ്ണന്. ആ സമയത്ത് ഞാനുണ്ടായിരുന്നു, ഞങ്ങളുണ്ടായിരുന്നു. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അണ്ണനോട് തന്നെ ചോദിക്കണം. കാര്യം ഇന്റർവെല്ലിൽ ചിലപ്പോൾ നോക്കുമ്പോൾ അണ്ണനെ പിടിച്ചിട്ട് ഇടിക്കണേ കണ്ട. വിത്തിൻ സെക്കൻഡ്സ് ആറാട്ടണ്ണനോടും അലൻ ജോസ് പെരേരയോടും എന്തുകൊണ്ടാണ് ഇവർ ദേഷ്യം എന്നുള്ളത് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. അത് നമുക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടണം. നമ്മളിപ്പോൾ ഓരോ ഡയറക്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇവരുടെ കൂടെ ഉള്ളതുകൊണ്ടിട്ട് ഇനി ഇവരുടെ കൂടെ മാറാനും ഒരുപാട് പേര് എന്നോട് പറയുന്നുണ്ട്. പക്ഷേ ഇനിയും മാറേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ പോട്ടെന്ന് ഞാൻ വിചാരിച്ചു.
ഇനി വേണമെങ്കിൽ കയറ്റിയാൽ മതി. സിനിമയിൽ ഇനിയിപ്പോൾ ഏതായാലും സിനിമയിൽ അഭിനയിക്കണം എന്തിനാ? ഞാൻ ആഗ്രഹിച്ചത് 10 പേര് അറിയാം, അല്ലാണ്ട് ഇത് കിട്ടണ പൈസ എമൗണ്ട് ഒന്നുമല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ എറണാകുളം സിറ്റി ജനിച്ചു വളർന്നതാണ്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് പണിയെടുക്കാനുള്ള ആരോഗ്യമുണ്ട്, ഞാൻ പണിയെടുക്കുന്നുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് 10 പേര് തിരിച്ചറിയാം. അത് സിനിമയിൽ അഭിനയിക്കണമെന്ന് തന്നെ ഇല്ലല്ലോ. അപ്പോൾ ഏതായാലും ഇവരോട് അവിടെ അറിയാം, എല്ലാവർക്കും അറിയാം. അല്ലാതെ വർക്ക് ഉണ്ട്. ഇപ്പം ഷോർട്ട് ഫിലിമായിട്ട് ഷോർട്ട് ഫിലിം ചെയ്യാൻ സീരിയൽ വർക്ക് ഉണ്ട്. അതെ പരിപാടികൾ വിളിക്കുന്നുണ്ട്. പിന്നെ സീരിയൽ വർക്ക് ഉണ്ട്. ഇപ്പോൾ ഷിജു അരൂരിൻ്റെ പുതിയ സീരിയലിൽ ഞാൻ ഉണ്ടെന്നാണ് ഇപ്പോൾ പുള്ളി ഇന്നലെ വിളിച്ചു തന്ന ഇൻഫർമേഷൻ എനിക്ക് ഇന്നലെ സാറ് തന്നത്. നമുക്ക് സിനിമയിൽ സീരിയൽ ചെയ്യാമല്ല, സീരിയലിൽ നല്ല നല്ല വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സിനിമയിൽ അവസരങ്ങൾ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അതിപ്പോ സ്ത്രീകളുടെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്, അതേപോലെ വിട്ടുവീഴ്ച. ഒരു സിനിമയിൽ ചാൻസ് വെച്ച് ചെന്നപ്പോൾ ഒരു നടിക്ക് എന്താ പറയുക, ഒരു ലഹരി പദാർത്ഥം വേണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം ഞാനവിടെ ചാൻസ് വെച്ച് തന്നത്, ആ നായികയുടെ പേരെന്ന് ഞാൻ പറയണ്ട. ചാൻസ് വെച്ച് തന്നപ്പോൾ എന്നോട് അസിസ്റ്റൻറ്റ് ഇങ്ങനെ കുറേ നേരം അവിടെ നിന്ന്. അപ്പോൾ വേറൊരാൾ വഴിയാണ് ഞാൻ ചെന്ന്. അപ്പോൾ എന്നോട് വെച്ച് ഒരു നായികയുടെ പേരും പറയണ്ട, പുള്ളിക്കാരത്തേക്ക് ഒരു ലഹരി ഒരു സാധനം വേണം, എവിടെയെങ്കിലും കിട്ടുമോയെന്ന് ചോദിച്ചു. നായികയല്ലേ വെച്ച് അതിൻ്റെ അസിസ്റ്റൻ്റ് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് അതിൻ്റെ പരിപാടിയില്ല, ഞാൻ ചാൻസ് വെച്ച് വന്നത്. നിങ്ങൾ ആ ചാൻസ് തരാൻ പറ്റുമെങ്കിൽ തരിക. എനിക്ക് ആ പടത്തിൽ ചാൻസ് കിട്ടിയാൽ, പക്ഷെ എനിക്കത് കിട്ടിയില്ല. ഞാൻ പറയാം എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞു. കാര്യം ഞാൻ ലഹരി ഉപയോഗിക്കുന്നില്ല ആളല്ല, നമ്മുടെ ലഹരി സിനിമയാണ്. അതിലൊരു ചാൻസ് വെച്ച് തന്നപ്പോൾ അതിൻ്റെ അസിസ്റ്റൻറ്റ് പറഞ്ഞ ഡയലോഗാണ്, ഒരു സാധനം കിട്ടുമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഇവിടെ നല്ലൊരു 8 കൊല്ലം മുമ്പുള്ള സംഭവമാണ്. അല്ലെങ്കിൽ അത് ഞാൻ ആ ലഹരി ഞാൻ ആ പുള്ളിക്കാരത്തേക്ക് എടുത്ത് കൊടുത്തിരുന്നെങ്കിൽ ഞാനിപ്പോൾ ആ പടത്തിലുണ്ടായാൽ നല്ലൊരു വേഷമായിട്ടുണ്ടായാൽ. ഞാൻ പറഞ്ഞു എനിക്ക് ആ പരിപാടി ഇല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ സിനിമ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്താലും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കലാകാരനെ അത് എത്രത്തോളം ബാധിക്കുന്നുണ്ട്? അതല്ലേ പറ പല സ്ഥലത്തും ചാൻസ് പോയെന്ന്. അല്ല, അതല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് അതൊരു വിഷമായിട്ട് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ സിനിമയിൽ ഇത്രയും ചെയ്തിട്ടും ശ്രദ്ധിക്കപ്പെടുന്നില്ല, എന്ത് ചെയ്താലും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ജനങ്ങൾക്ക് പഠിക്കാൻ പോയ ആളാണ്. അതെ അതെ. എന്നിട്ട് നിങ്ങൾക്ക് അത് എങ്ങനെയാണ് നിങ്ങളത് കാണുന്നത് ഒരു ആർട്ടിസ്റ്റിന്റെ നിലയിൽ? ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നാറുണ്ട്, കരച്ചിലൊക്കെ വരാറുണ്ട്. ചില രാത്രികളിൽ നമ്മൾ ഇങ്ങനെ ആലോചിക്കും, നമ്മൾ ഇത്രയും ഫീൽഡിൽ പഠിച്ചിറങ്ങിയപ്പോഴും നമുക്ക് നല്ലൊരു സിനിമയിൽ എത്താൻ പറ്റിയില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജ് ജോർജൊക്കെ വന്ന വഴി പുള്ളിയുടെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് ഞാൻ കാണാറുണ്ട്. പുള്ളിയൊക്കെ ഒരു 10-40 വയസ്സ് കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് നല്ല വേഷങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് അത്ര ആയിട്ടില്ല. ഇപ്പോൾ എനിക്ക് 100% വിശ്വാസമുണ്ട്. ഞാനൊരു കാര്യം തന്നു കഴിഞ്ഞാൽ ചെയ്യും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അത് നമ്മളെ പറഞ്ഞില്ലേ എത്തേണ്ട സമയത്ത് എത്തും, അത്രേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഞാൻ വിഷ്ണുമായ ഭക്തനാണ്. നമുക്ക് പൊന്നുണ്ണിമായ എല്ലാം പെട്ടെന്ന് തരില്ല, പയ്യെ തരുള്ളൂ. അത് വിശ്വസിക്കുന്ന ഒരാളെ ഞാൻ വിഷ്ണുമായ അമ്പലത്തിൽ. ഞാൻ തൃശ്ശൂർ പോകാറുണ്ട്, ദേവർമഠത്ത്. ഇവിടെ നമ്മുടെ തൃശ്ശൂർ ആവണങ്ങാട് അവിടെ എല്ലാ പ്രാവശ്യം നമുക്ക് പോകാണ്ട് ദൂരം കൂടുതലായതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം വൈറ്റില, ദേവർമഠം അല്ലെങ്കിൽ കാളിയാർമഠം, അരൂര്, ഈ 3 സ്ഥലങ്ങളിൽ മുടങ്ങാതെ വെള്ളിയാഴ്ച പോകുന്ന ഒരു ഭക്തനാണ് ഞാൻ. വിഷ്ണുമായ ഭക്തന്മാരാണ് പല സിനിമാ നടന്മാരും ഞാനവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. അതിന്റെ പേരൊന്നും പറയല്ല. വിഷ്ണുമായയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ അത് എന്താ പറയാ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതെ അതെ. അതെന്തുകൊണ്ടായിരിക്കും? അത് ചാത്തൻ വിഷ്ണുമായ എന്നുള്ള ചാത്തൻ സ്വാമിയാണ്. പുള്ളിയുടെ കൂടെ പുള്ളിനെ അതായത് നിന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ തരും, പക്ഷെ അത് പെട്ടെന്ന് തരില്ല, നമുക്ക് പയ്യെ തരുള്ളൂ. അങ്ങനെ ഒരാൾ വിശ്വസിക്കുന്ന ഒരാൾ. ഞാൻ വർഷങ്ങളായി അവിടെ പോകാൻ തുടങ്ങിയിട്ട്. ആ അമ്പലത്തിൽ മാത്രമേ പോകാറുള്ളൂ, വേറെ എവിടെയും പോകാറില്ല. നിങ്ങൾ ഒരുപാട് കണ്ടന്റുകൾ ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതിൽ ഭയങ്കര വിവാദം അല്ലെങ്കിൽ വൈറലായ ഒരു കണ്ടന്റാണ് അലിൻ ജോസ് പെരേരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചൊരു സംഭവം. അതെ അതെ. ആ ഒരു കണ്ടന്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? ആ കണ്ടന്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സുരേഷ് ഗോപിയുടെ പടം റിലീസാണ്, മനസ്സിലായോ? ഏതാണ് പടത്തിന്റെ പേര് പറഞ്ഞു പോയില്ല, JSK റിലീസാണ്. അപ്പം ഞാൻ പെരേരനോട് പറഞ്ഞു, പെരേര ഇന്ന് JSK റിലീസാണ് എന്ന് പറഞ്ഞു. രാവിലെ വിളിച്ചപ്പോൾ പോകുന്നുണ്ടാന്ന് വെച്ച്. അപ്പം പറഞ്ഞു എടാ നമുക്ക് അതിലും വലിയ കത്തിക്കളി ഇന്ന് കത്തിക്കണമെന്ന് പറഞ്ഞു. പെരേര പറഞ്ഞു. അപ്പോൾ ഒരു 10-11 മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ എവിടെ ഉണ്ടെന്ന് വെച്ചു. പെരേര ഞാൻ വീട്ടിലുണ്ടാന്ന് പറഞ്ഞു. നീ വേഗം വീട്ടിലേക്ക് വന്ന് പറഞ്ഞു. നേരെ വീട്ടിലേക്ക് വന്ന് നേരെ വയറ്റിലേക്ക് പോയി. അപ്പോൾ ഞാൻ എന്താ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞു ചെറിയൊരു സാധനമുണ്ട്, പടം ആൾക്കാർ ഇറങ്ങി വന്നതിന് മുമ്പ് നമ്മുടെ സാധനം പൊട്ടിക്കണമെന്ന് പറയും. ഞാൻ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ വയറ്റിലേക്ക് പോയി സാധനം മേടിച്ച്. അന്ന് സോഷ്യൽ മീഡിയ മൊത്തം
ചർച്ച അല്ലേ കല്യാണ വീഡിയോ ആയിരുന്നു. സിനിമ ഇറങ്ങിപ്പോയത് എന്തിനാടാ കൊന്നിട്ട് എന്ന് ഞാൻ ചോദിച്ചു അവനോട്. അപ്പോൾ പറയാ ഞങ്ങൾ അനാഥരല്ലാത്താണ് അവൻ പറയണ, ഞങ്ങൾ കുട്ടകളാ. അപ്പോൾ അവൻ എന്ത് ചെയ്ത് ഈ സാധനം അറിയാലോ, വയറ്റിലെ പോയി പൂമാല മേടിച്ച് പടപടാന്ന് പറഞ്ഞ പരിപാടിയായിരുന്നു. നേരെ ആ കുട്ടീനെ വിളിച്ച് നേരെ അവിടെ ചെന്ന്. അപ്പോൾ ഞാൻ നിങ്ങളെയൊക്കെ വിളിച്ചിട്ടുണ്ട്, മീഡിയക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ ആർക്കും വരാൻ പറ്റില്ല, എല്ലാവരും JSKയുടെ പറയില്ല. അപ്പോൾ നമ്മുടെ ICG മീഡിയയാണ് നമ്മളെ സഹായിച്ചത്. ICG മീഡിയ മാത്രം വന്നുള്ളൂ. ആ വന്ന് പുള്ളിക്കാരൻ വന്ന് വീഡിയോ എടുത്ത് സാധനം എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 7 മില്യനാ എങ്ങാണ്ട് കയറിപ്പോയി ഞങ്ങൾ. അത് ശരിയായിരുന്നു തോന്നുന്നുണ്ടോ? അത് ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഒരുപാട് വിമർശനങ്ങൾ വന്നായിരുന്നു അതിനെക്കുറിച്ച് വിമർശനം. സുഹൃത്തുക്കൾക്കൊക്കെ വേറെ പണിയില്ലാത്തതുകൊണ്ടാണ്. അവരൊക്കെ സത്യം പറഞ്ഞാൽ എന്നെങ്ങാണ്ട് മുമ്പ് വന്നാണ് ഈ അലൻ ജോസ് പേരുടെ ആറാട്ടണ്ണൻ്റെയും കൂടെയൊക്കെ ഇവർ വന്നിട്ട് ഇവരൊന്നും ക്ലിക്കാവണില്ല. എന്തൊക്കെ ചെയ്തിട്ടും വിവാദങ്ങളും മനസ്സിലായി. ഞാനിവരുടെ കൂടെ നിന്ന് പെണ്ണേഴ്സിലൊന്നും പെട്ടിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ ഇവരുടെ കൂടെ നിൽക്കുമ്പോഴും ഇവരൊക്കെ ആദ്യമേ നിൽക്കുമ്പോൾ എന്തോ പെണ്ണേഴ്സൊക്കെ ഉണ്ടായിരുന്നു അറിയാമല്ല, ഭയങ്കര കരച്ചിലും പിടിച്ചിലൊക്കെ ആയിരുന്നു. ഞാനിവരുടെ കൂടെ നിന്നിട്ട് പെണ്ണേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ നേരെ വളഞ്ഞു പോകുക എന്നുള്ള സംഭവമാണ് നമ്മുടെ.